സോ അടുത്തതായി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഫ്രം ദ ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ സബ് ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ സബ് ടോപ്പിക് എന്ന് പറയുന്നത് ബിഹേവിയർ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഹാവിങ് 2 × 10⁻25 molecules per cubic meter at 1.38 atmosphere പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1.38 × 10⁻⁻23 ജൂൾ പെർ കെൽവിൻ എന്നെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഗ്യാസ് സാമ്പിൾ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? ഒരു ഗ്യാസ് സാമ്പിൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഈ ഗ്യാസ് സാമ്പിൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് 1.3 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ടിക്കിൾ ഡെൻസിറ്റി അല്ലെങ്കിൽ ദ ഡെൻസിറ്റി ഓഫ് ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 2 × 10⁻25 മോളിക്യൂൾസ് ആണ് പെർ മീറ്റർ ക്യൂബിനകത്തുള്ളത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സോ നമ്മൾക്ക് അറിയാവുന്ന ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ സബ് ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് ഞാൻ പറഞ്ഞു. ഈ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിഹേവിയർ ഓഫ് ഐഡിയൽ ഗ്യാസുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് എന്ത്? PV = μR × T. ഓക്കെ, നൗ P ടൈംസ് ക്യാപിറ്റൽ V = ഈ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണല്ലേ. സോ നമ്പർ ഓഫ് മോൾസിൻ്റെ ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണേ. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്നെനിക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. മൾട്ടിപ്ലൈഡ് ബൈ ക്യാപിറ്റൽ R × ക്യാപിറ്റൽ T. ശരിയല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ ക്യാപിറ്റൽ വീൻ്റെ ടേം അവിടെ കിടപ്പില്ലേ, ഞാൻ അതിനെ റൈറ്റിലോട്ട് കൊണ്ടുപോകും. റൈറ്റിലോട്ട് കൊണ്ടുപോയിട്ട് ഞാനൊരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് നടത്താൻ പോവുകയാണേ. എങ്ങനെ എഴുതുക? P = ശ്രദ്ധിക്കണം നിങ്ങൾ, ക്യാപിറ്റൽ N / ക്യാപിറ്റൽ V. ഞാൻ ഇവരെ ഒരുമിച്ച് എഴുതി. അതായത് റൈറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ക്യാപിറ്റൽ Nഉം ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോയ ആ ക്യാപിറ്റൽ Vനെയും ഞാൻ ഒരുമിച്ച് എഴുതി. അതിനുശേഷം വേറെ ഒരു പെയർ ഞാൻ എടുക്കാൻ പോകുന്നത് ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ N⁴A അവഗാഡ്രോ നമ്പറാണ് ഇൻറ്റു ക്യാപിറ്റൽ T എന്ന്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഈ രണ്ട് ടേമിലോട്ടൊന്ന് ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസും ക്യാപിറ്റൽ V എന്ന് പറയുന്നത് ടോട്ടൽ വോളിയമാണ്. അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആയില്ലേ? ആണല്ലോ. ഇനി അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാവുന്ന മറ്റൊരു റിലേഷൻ ഉണ്ട്. എന്ത്? N⁴A മൾട്ടിപ്ലൈഡ് ബൈ K⁴B. അതായത് അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് എന്ത്? ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ R / N⁴A എന്ന് പറയുന്ന ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് എഴുതാമല്ലോ. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമാണ്. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആണല്ലോ? ഇവരെ തമ്മിലാണ് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. വിച്ച് മീൻസ് ഈ മാത്തമാറ്റിക്കൽ ഫോർമുല എങ്ങനെ മോഡിഫൈ ചെയ്യപ്പെടും? ക്യാപിറ്റൽ P = സ്മോൾ ലെറ്റർ n ഇൻറ്റു K⁴B ഇൻറ്റു ക്യാപിറ്റൽ T എന്ന് വന്നു. ഇതുവരെ ഓക്കെ ആണല്ലോ? ഇനി നമുക്കൊന്നുമില്ല, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രഷർ നമുക്ക് തന്നിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. അതിനെ നമ്മൾക്ക് പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 1.38 × 1 × 10⁵ പാസ്കൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 × 10⁻25. ഓക്കെ, ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റ് വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1.38 × 10⁻⁻23 മൾട്ടിപ്ലൈഡ് ബൈ ടെമ്പറേച്ചർ T എന്ന് എഴുതാൻ പറ്റും. സോ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം പോസിബിൾ ക്യാൻസലേഷനോട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ 1.38ഉം ക്യാൻസലായി പോകും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 10⁵ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ബാക്കിയുള്ളത് 2 × 10⁻2. ഓക്കെ, കാരണം 25ഉം ഇവിടെ നോക്കുമ്പോൾ 10⁻2 ഇൻറ്റു എന്താണ്? T എന്ന് എഴുതാൻ പറ്റും. സോ നമ്മളിത് ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു
ഹിയർ വി ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് ആസ് 1/2 ഇൻറ്റു 10 ടു പവർ 3 എന്ന് എഴുതാൻ പറ്റും. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ഈക്വൽസ് 10/2 ടൈംസ് 10 ടു പവർ 2, ദറ്റ് ഈസ് ക്യാപിറ്റൽ ടി ഈക്വൽസ് ഇത് എത്ര മക്കളെ 5 ഇൻറ്റു 10 ടു പവർ 2 അല്ലെങ്കിൽ 500 എന്ന ആൻസറിലോട്ട് നമ്മൾക്ക് എത്താൻ പറ്റും.